ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള നോട്ടി ഗേൾ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പാർക്കിലെ കിളികൾക്കും പക്ഷികൾക്കുമെല്ലാം തീറ്റ കൊടുക്കുന്ന നമ്മുടെ നായികയെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയുടെ പേരാണ് ഏലിയ. നമ്മുടെ നായികയെ പറ്റി നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആരെങ്കിലും എൻവയോൺമെന്റ് എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കൂടി ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായിക തൊട്ടടുത്തുള്ള ഫോറസ്റ്റിൽ കിളികൾക്കെല്ലാം രാവിലെ തന്നെ ഫുഡെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം കുറച്ച് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വർക്കേഴ്സ് എല്ലാം വന്നുകൊണ്ട് ആ മരങ്ങളെല്ലാം മുറിച്ചുകൊണ്ട് പോകുന്നത് നായിക നോട്ടീസ് ചെയ്യുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന നായിക ആ സൈറ്റിൽ ചെന്നുകൊണ്ട് അവിടുത്തെ എഞ്ചിനീയർ ആയിട്ടുള്ള മാത്യുവിനോട് ഈ വർക്ക് എത്രയും പെട്ടെന്ന് നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ നായിക എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ ആ വർക്ക് നിർത്താൻ വേണ്ടി റെഡിയാവുന്നില്ല എന്ന് മനസ്സിലാക്കിയ നായിക തൻ്റെ കോളേജിലെ സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് അവിടെ വെച്ച് ഒരു സമരമെല്ലാം കണ്ടക്ട് ചെയ്യുന്നു. സ്റ്റുഡൻസിൻ്റെ ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധമെല്ലാം കാരണം ആ കമ്പനിക്ക് ആ വർക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വരുന്നു. അങ്ങനെയിരിക്കെ എഞ്ചിനീയർ ആയിട്ടുള്ള മാത്യൂസ് ഒരു ദിവസം നായികയുടെ കോളേജിലേക്ക് വരുന്നു. അയാൾ ഒരുപാട് ഡോക്യുമെന്റ്സ് എല്ലാം നായികയ്ക്കും സുഹൃത്തുക്കൾക്കും മുമ്പിൽ വെച്ച് പ്രസന്റ് ചെയ്തുകൊണ്ട് അയാൾ അവിടെ പണിയാൻ പോകുന്ന ആ കൺസ്ട്രക്ഷൻ കൊണ്ട് ആ കാട്ടിൽ ഒരു പ്രശ്നം പോലും നടക്കില്ല എന്ന് സ്റ്റുഡൻസിനോടെല്ലാമായി പറയുന്നു. ബാക്കി എല്ലാ സ്റ്റുഡൻസും ഈ വിവരമെല്ലാം കേട്ട് അവിടെ മിണ്ടാതിരിക്കുന്ന സമയം നായിക ഉച്ചത്തിൽ ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ ആ കാട്ടിലെ കിളികളെല്ലാം അവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുമെന്നും അതോടെ ആ സ്പീഷീസ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതായി പോകും എന്നുമെല്ലാം എല്ലാവരും നോക്കി നിൽക്കെ മാത്യുവിന്റെ മുഖത്തടിച്ചു പറയുന്നു. മാത്യുവും നായികയുടെ പ്രൊഫസറും വളരെയധികം ക്ലോസ് ആയതുകൊണ്ട് മാത്യുവിനോടുള്ള നായികയുടെ പെരുമാറ്റം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന പ്രൊഫസർ മാത്യു അവിടെ നിന്നും പോയ ഉടൻ തന്നെ പ്രൊഫസർ നായികയെ കോൾ ചെയ്തുകൊണ്ട് ഈ കോളേജും മാത്യുവും തമ്മിൽ നല്ലൊരു ടൈപ്പാണ് ഉള്ളതെന്നും നീ ഇപ്പോൾ മാത്യുവിനെ ഡിസ്റെസ്പെക്ട് ചെയ്തതുകൊണ്ട് നിനക്ക് പ്രൊവൈഡ് ചെയ്തു തന്നിട്ടുള്ള മെറിറ്റ് ഫെസിലിറ്റി ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് നായികയോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട നായിക മൊത്തത്തിൽ ഷോക്കാവുന്നു. അവൾ ഇത് പിൻവലിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ പ്രൊഫസർ മാത്യുവിന്റെ റിക്വസ്റ്റ് പ്രകാരം നിന്നെ ഈ കോളേജിൽ നിന്നും പുറത്താക്കുന്നില്ല എന്നും അതിനു പകരം ഫീസ് അടച്ചുകൊണ്ട് ഈ കോളേജിൽ പഠിച്ചോളാനായി നായികയോട് പറയുന്നു. നായികയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് അവൾ താൻ എങ്ങനെയെങ്കിലും അടച്ചുകൊള്ളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ സ്ലിപ്പം വാങ്ങി ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോരുന്നു. അവിടെയൊക്കെ ചെയ്ത് തന്റെ ഈ പ്രശ്നങ്ങളെല്ലാം തന്റെ കാമുകനെ വിളിച്ചു പറയുന്ന നായികയെയാണ് കാണിക്കുന്നത്. ഈ സമയം അവൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആളുകൾ ചേർന്ന് കുറച്ച് നായ്ക്കുട്ടികളെ തടവിൽ വെച്ചിട്ടുണ്ടെന്നും ഇന്ന് രാത്രി എന്ത് വില കൊടുത്തും അവരെ രക്ഷപ്പെടുത്തണം എന്നുമെല്ലാം കാമുകൻ നായികയോട് പറയുന്നു. ഇത് കേട്ട നായികയ്ക്കും ഇന്ന് രാത്രി തന്നെ അവരെ രക്ഷപ്പെടുത്താം എന്ന പ്ലാൻ എല്ലാം തോന്നുന്നു. അവിടെയൊക്കെ ചെയ്ത് രാത്രിയിൽ നായ്ക്കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം നായികയുടെ കഷ്ടകാലത്തിന് അവൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കയ്യിൽ ചെന്ന് പെടുന്നു. എന്നാൽ ഈ സമയം അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ മാത്യു അവിടേക്ക് വന്നുകൊണ്ട് നായികയും പട്ടിക്കുട്ടികളെയും എല്ലാം അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മാത്യുവിന്റെ വീട്ടിൽ വെച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ഇറങ്ങാൻ നേരം മാത്യു നായികയോട് അവൾക്ക് പൈസയോ ഗിഫ്റ്റോ എന്തെങ്കിലുമായി അവൻ വാങ്ങിച്ചു നൽകണോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട നായിക താൻ ബാക്കിയുള്ളവരെ പൈസയെല്ലാം കൊടുത്ത് മേടിക്കുന്നത് പോലെ അവളെ വാങ്ങാൻ സാധിക്കില്ല എന്നെല്ലാം അവന്റെ മുഖത്ത് നോക്കി പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് അന്ന് ഈവനിങ്ങിൽ കോളേജെല്ലാം കഴിഞ്ഞ് അവർ പ്രൊട്ടസ്റ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫോറസ്റ്റിലേക്ക് ചെല്ലുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം നായികയുടെ കാമുകൻ മാത്യു നമ്മൾ വിചാരിച്ച ആളല്ലെന്നും അയാൾ തൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് കൂടി നായികയോട് പറയുന്നു. ഇത് കേട്ട നായിക ഉടൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വന്നുകൊണ്ട് മാത്യു ഒരു മോശം വ്യക്തിയാണെന്നും ഒരു സ്ത്രീക്ക് പോലും അവൻ്റെ കൂടെ ഒരാഴ്ച പോലും ജീവിക്കാൻ സാധിക്കില്ല എന്നുമെല്ലാം ആ ലൈവിൽ വെച്ച് തുറന്നടിച്ച് പറയുന്നു. എന്നാൽ ഇതേ സമയം ഒരു കോൾ ഗേളിൻ്റെ കൂടെ റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്യു ഈ ലൈവ് കാണാനിടയാവുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ നായികയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റിലേക്ക് ചെല്ലുന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. മാത്യു നായികയോട് ഒരാഴ്ച അവൻ്റെ കൂടെ താമസിച്ച ശേഷം അവൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവൻ ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്നും പൊക്കോളാമെന്ന് നായികയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നാൽ ഇത് കേട്ട നായിക ഒട്ടും തന്നെ സീരിയസ് ആയി എടുക്കാതെ അവൻ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്നും നേരെ തന്റെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അവിടെ കച്ചത് ഈവനിങ്ങിൽ നായികയെ ആ ഫോറസ്റ്റിലേക്ക് വിളിച്ചു വരുത്തുന്ന അവളുടെ കാമുകനെയാണ് കാണിക്കുന്നത്. അവൻ നായികയോട് മാത്യു അവന്റെ കൺസ്ട്രക്ഷൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും എക്യുപ്മെന്റ്സ് തിരിച്ചു കൊണ്ടുപോയി എന്ന വിവരമെല്ലാം നായികയോട് പറയുന്നു. അപ്പോഴാണ് നായികയ്ക്ക് രാവിലെ മാത്യു സീരിയസ് ആയിട്ടാണ് ഈ വിവരമെല്ലാം നായികയോട് പറഞ്ഞത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവൾ മാത്യു പറഞ്ഞിട്ടുള്ള കാര്യമെല്ലാം തന്റെ കാമുകനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നേരെ മാത്യുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. മാത്യു രാവിലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു അഗ്രിമെന്റ് ആക്കിയ ശേഷം അത് നായികയുടെ മുമ്പിൽ വെച്ച് അവൾക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ യൂണിവേഴ്സിറ്റി എക്സാമിന് പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്.
ഈ സമയം മാത്യു അധികം ടൈമൊന്നും എടുക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി ആ വീട്ടിലെ പെയിന്റിങ്സും കൂടാതെ അവൻ വാങ്ങി വെച്ചിട്ടുള്ള സെക്സ് ടോയ്സും എല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. മാത്യു നായികയോട് അവിടെ നിന്നും ഒരു വൈബ്രേറ്റർ എല്ലാം വെച്ചുകൊണ്ട് നേരെ എക്സാമിന് പോകാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. എന്നാൽ നായിക എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞതെല്ലാം അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് അതിന്റെ റിമോട്ട് മാത്യുവിന്റെ കയ്യിലാണ് എന്ന് പോലും ഓർക്കാതെ മറ്റൊന്നും പറയാതെ അത് വെച്ചുകൊണ്ട് അവിടെ നിന്നും നേരെ എക്സാം ഹാളിലേക്ക് ചെല്ലുന്നു. എന്നാൽ നായിക എക്സാം ഹാളിൽ കയറിയ ഉടൻ തന്നെ മാത്യു റിമോട്ട് യൂസ് ചെയ്ത് അത് ഓണാക്കുന്നു. മാത്യുവിന്റെ ഈ പ്രവൃത്തി കാരണം അത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടുകൊണ്ട് അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലെത്തിയ നായിക മാത്യൂസിനോട് അതിന്റെ പേരിൽ വഴക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ മാത്യൂസ് ആവട്ടെ അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ടും അവളെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവിടെയൊക്കെ ചെയ്ത് നായികയും കൂട്ടിക്കൊണ്ട് ഒരു മ്യൂസിക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിക്കുന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. അത്രയും പേരുടെ നടുക്കിരുന്ന് പ്രോഗ്രാം എല്ലാം കാണുന്നതിനിടയിൽ മാത്യു നായികയോട് അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എഗ്രിമെന്റിന്റെ പ്രശ്നമെല്ലാം പറഞ്ഞുകൊണ്ട് മാത്യൂസ് അവളെ ഇതിന് പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കുന്നു. എന്നാൽ നായിക അതൊരു ഹോളാണ് എന്ന് പോലും ചിന്തിക്കാതെ അവിടെ വെച്ച് ഉച്ചത്തിൽ മൗൺ ചെയ്യുന്നു. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ നായികയും കൂട്ടിക്കൊണ്ട് ആ പ്രോഗ്രാമിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നായികയ്ക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം നായിക ഫോണിൽ തൻ്റെ അച്ഛന് ബർത്ത്ഡേ വിഷ് എല്ലാം പറയുന്നത് കേട്ട് അച്ഛന് ഒരു സർപ്രൈസ് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളോട് അവളുടെ വീട്ടിൽ പോണ കാര്യമെല്ലാം പറയുന്നു. എന്നാൽ നായിക തൻ്റെ അമ്മ മരിച്ചിട്ട് വർഷങ്ങളായെന്നും അച്ഛനാണെങ്കിൽ പുതിയ കല്യാണമെല്ലാം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ കുടുംബത്തിലേക്ക് ചെന്ന് കയറാൻ തനിക്ക് താല്പര്യമില്ല എന്നുമെല്ലാം മാത്യുവിനോട് പറയുന്നു. എന്നാൽ മാത്യു നിന്റെ അച്ഛൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ നിർബന്ധിച്ചുകൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. നായികയെ കണ്ടതും അവളുടെ അച്ഛൻ വളരെയധികം സർപ്രൈസ് എല്ലാം ആവുന്നു. ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവളുടെ അച്ഛൻ അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ മൈൻഡ് ചെയ്യാൻ പോലും റെഡിയായിരുന്നില്ല. അച്ഛൻ മാത്യുവിന് നായികയുടെ കുട്ടിക്കാലത്തുള്ള ആൽബംസ് എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന നായിക ആ ഡൈനിങ് റൂമിൽ നിന്നും നേരെ വീടിന്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. ഇത് കണ്ട് മാത്യുവും അവളുടെ പിന്നാലെ അവിടേക്ക് ചെല്ലുന്നു. ഈ സമയം നായിക വളരെയധികം ഇമോഷണൽ മാത്യുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ വെച്ച് കരയുന്നു. ഈ സമയം മാത്യുവിന് നായികയോട് കുറച്ചധികം ഫീലിങ്സ് എല്ലാം തോന്നാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെയൊക്കെ ചെയ്ത് നായികയെ കോൾ ചെയ്യുന്ന നായികയുടെ കാമുകനെയാണ് കാണിക്കുന്നത്. അവൻ നായികയോട് അവനോടൊപ്പം ഒരു മൂവിക്ക് വരാൻ വേണ്ടി എല്ലാം ആവശ്യപ്പെടുന്നു. എന്നാൽ നായിക തനിക്ക് മാത്യുവിനോടൊപ്പം കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവന്റെ കോൾ കട്ട് ചെയ്ത് കളയുന്നു. ഇത് അവനിൽ വളരെയധികം ദേഷ്യമെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെയൊക്കെ ചെയ്ത് അവരുടെ എഗ്രിമെന്റ് പ്രകാരമുള്ള ലാസ്റ്റ് ദിവസമാണ് കാണിക്കുന്നത്. നായിക അവരുടെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് മാത്യുവിനോട് അവന്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വീട്ടിലെത്തിയതും മാത്യുവിന്റെ അച്ഛനും അമ്മയും അവരെ രണ്ടുപേരെയും ഡിന്നർ കഴിക്കാനായി വേഗം അകത്തേക്ക് ക്ഷണിക്കുന്നു. ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം മാത്യുവിന്റെ അച്ഛൻ നായികയോട് അന്ന് ഈ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സമരം ചെയ്ത് നീയാണല്ലേ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഈ സമയം നായിക പ്രകൃതിക്കെതിരെ എന്ത് പ്രശ്നം വന്നാലും താൻ ഉറപ്പതിനെതിരെ പ്രതികരിക്കുമെന്ന് അയാളുടെ മുഖത്തടിച്ച് പറയുന്നു. ഇത് കേട്ട് അയാൾ നായികയോട് അവിടെ വെച്ച് ദേഷ്യപ്പെടുന്നു. തന്റെ അച്ഛൻ നായികയോട് ദേഷ്യപ്പെടുന്നത് കണ്ട് മാത്യു അച്ഛനോട് അവിടെ വെച്ച് കയർക്കുന്നു. അവൻ നായികയ്ക്ക് റൂമെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. മുകളിലെത്തിയ ഉടൻ തന്നെ നായിക താഴെ വെച്ച് ആ പ്രശ്നത്തിൽ മാത്യു തന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്യുവിനോടൊപ്പം അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം നായികയുടെ കാമുകൻ അവൾ അന്ന് മൂവിക്ക് വരാത്ത ദേഷ്യത്തിൽ അവളുടെ ഫോട്ടോസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവളെ പറ്റി മോശമായിട്ടെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു. ഇതെല്ലാം കണ്ട് നായികയ്ക്ക് വളരെയധികം വിഷമമെല്ലാം ആവുന്നു. അവിടെയൊക്കെ ചെയ്ത് നായിക പോയ വിഷമത്തിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. ആ സമയം മാത്യുവിന്റെ അച്ഛൻ മാത്യുവിനോട് എത്രയും പെട്ടെന്ന് നിന്റെ കൺസ്ട്രക്ഷൻ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ മാത്യു ആ ഫോറസ്റ്റിൽ ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് പണിയുന്നത് എളുപ്പമല്ലെന്നും ആ സോയിലിൽ ഇതുപോലത്തെ കൺസ്ട്രക്ഷൻസ് ഇമ്പോസിബിൾ ആണ് എന്നറിഞ്ഞിട്ട് കൂടി എന്തിനാണ് തന്നെ ഈ പ്രൊജക്റ്റ് ഏൽപ്പിച്ചത് എന്നുമെല്ലാം തന്റെ അച്ഛനോട് ചോദിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഇത് മാത്യുവിന്റെ അച്ഛന്റെ പ്രൊജക്റ്റ് ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവൻ ഇതിന്റെ പേരും പറഞ്ഞ് തന്റെ അച്ഛനുമായി വഴക്കിട്ടുകൊണ്ട് അവിടെ നിന്ന് നേരെ ആ കൺസ്ട്രക്ഷനെല്ലാം നടക്കുന്ന ഫോറസ്റ്റിലേക്ക് ചെല്ലുന്നു. മാത്യു നായികയെ അവിടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതിന്റെ പിന്നെ നടക്കുന്ന സ്റ്റോറിയെല്ലാം വ്യക്തമായി അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അതിൽ നിന്ന് നായികയ്ക്ക് ഇന്ന് മാത്യു അല്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലും വന്ന് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് ബോധ്യമാവുന്നു. താൻ ഇത്രയും കാലവും മാത്യുവിനെ സംശയിച്ച വിഷമത്തിൽ അവർ രണ്ടുപേരും കൂടി പരസ്പരം അവിടെ വെച്ച് കെട്ടിപ്പിടിക്കുന്നു. അവളെ കച്ചത് പിന്നീട് ഇരുവരും കൂടി സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് എല്ലാം ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.